മരണത്തെ എനിക്ക് പേടിയില്ല എന്നൊരാൾ പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ഗൂർഖയാണ്. ഇത് വെറും ഒരു സിനിമാ ഡയലോഗ് അല്ല സുഹൃത്തുക്കളെ, ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. പക്ഷേ സ്വന്തം ശത്രുക്കൾ പോലും പേടിച്ച് ബഹുമാനിച്ച് അവസാനം സല്യൂട്ട് ചെയ്ത ഒരു ഗൂർഖയെ പറ്റി കേട്ടിട്ടുണ്ടോ? വരൂ പറഞ്ഞുതരാം. കഥ നടക്കുന്നത് 1947-ലാണ്. സ്ഥലം കാശ്മീരിലെ സ്കാർദു, ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഒരു തണുപ്പൻ പ്രദേശം. അവിടെയുള്ള ഒരു കോട്ട സംരക്ഷിക്കാൻ നിയോഗിച്ചത് നമ്മുടെ നായകൻ ലഫ്റ്റനന്റ് കേണൽ ഷേർ ജംഗ് ദാപ്പയെയും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗൂർഖ സൈനികരെയുമാണ്. പക്ഷേ പെട്ടെന്നാണ് കളി മാറിയത്. പാകിസ്ഥാൻ്റെ 600-ലധികം വരുന്ന സൈന്യം ആ കോട്ട വളഞ്ഞു. പുറത്തേക്ക് പോകാൻ വഴികളില്ല, സഹായത്തിന് ആരും വരാനില്ല. കോട്ടയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയ കുറച്ച് പേർ മാത്രം. ശത്രുക്കൾ വിചാരിച്ചത് 1-2 ദിവസത്തിനുള്ളിൽ ഇവർ പേടിച്ച് കീഴടങ്ങുമെന്നാണ്. പക്ഷേ അവർക്ക് തെറ്റി. ധാപ്പ വെറുമൊരു പട്ടാളക്കാരനായിരുന്നില്ല, ഒരു ജീനിയസ് ആയിരുന്നു. തൻ്റെ കയ്യിൽ കുറച്ച് സൈനികരേ ഉള്ളൂ എന്ന് ശത്രുക്കൾ അറിയാൻ പാടില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. അദ്ദേഹം തൻ്റെ സൈനികരെ കോട്ടയുടെ പല ഭാഗങ്ങളിലായി മാറ്റി നിർത്തി. ഒരാൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വെടിവെക്കും. ഇത് കാണുന്ന ശത്രുക്കൾ വിചാരിച്ചത് കോട്ടയ്ക്കുള്ളിൽ വലിയൊരു സൈന്യം തന്നെ ഉണ്ടെന്നാണ്. വെടിയുണ്ടകൾ തീരാറായപ്പോൾ ധാപ്പ ഓർഡർ ചെയ്തു, 1 ബുള്ളറ്റ് 1 എനിമി. ഉന്നം തെറ്റാൻ പാടില്ല. ഓരോ വെടിയുണ്ടെങ്കിലും ഓരോ ശത്രു വീണിരിക്കണം. ആ കൃത്യത കണ്ട് പാകിസ്ഥാൻ പട്ടാളം വിറച്ചുപോയി. പക്ഷേ യഥാർത്ഥ ത്രില്ലർ നടക്കുന്നത് രാത്രിയിലാണ്. വെടിയുണ്ടകൾ തീർന്നാൽ ഗൂർഖകൾ എന്തു ചെയ്യും? അവിടെയാണ് അവരുടെ വജ്രായുധം പുറത്തെടുക്കുന്നത്, കുക്കറി. രാത്രിയുടെ നിശബ്ദതയിൽ മഞ്ഞിലൂടെ ഇഴിഞ്ഞു നീങ്ങി അവർ ശത്രുക്കളുടെ ബങ്കറുകളിലേക്ക് പോകും. ശബ്ദമില്ല, വെടിവെച്ചയില്ല. രാവിലെ നോക്കുമ്പോൾ ശത്രുക്കളുടെ പോസ്റ്റുകൾ കാലിയായിരിക്കും. ശത്രുക്കൾക്ക് ഗൂർഖകൾ മനുഷ്യരല്ലാതായി മാറി. അവർ മലമുകളിലെ പ്രേതങ്ങളാണെന്നും പാകിസ്ഥാൻ സൈനികർ വിശ്വസിച്ചു തുടങ്ങി. ആ വളഞ്ഞ കത്തി കണ്ടാൽ തന്നെ ശത്രുവിൻ്റെ പാതി ജീവൻ പോകുമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, 6 മാസമാണ് അവർ പിടിച്ചു നിന്നത്. ഭക്ഷണം തീർന്നു, മരുന്ന് തീർന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കോട്ടയിലുണ്ടായിരുന്ന പുല്ലും ഇലകളും വരെ അവർ കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും ധാപ്പ തോൽക്കാൻ തയ്യാറായില്ല. അവസാനം വേറെ വഴിയില്ലാതെ വെടിക്കോപ്പുകൾ മുഴുവൻ തീർന്നപ്പോൾ അവർക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. പക്ഷേ അവിടെ നടന്നതാണ് ചരിത്രം. അവരെ കൊല്ലുമെന്ന് കരുതിയ ശത്രുക്കൾ ധാപ്പയുടെ 6 മാസത്തിന് ശേഷമുള്ള ആ നിൽപ്പ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പാകിസ്ഥാൻ കമാൻഡർ കേണൽ ഡഗ്ലസ് ഗ്രേസി ഷേർ ജംഗ് ദാപ്പയെ കണ്ടതും സല്യൂട്ട് ചെയ്തു. ഇതുപോലൊരു പോരാളിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഗൂർഖ, അതാണ് ഇന്ത്യൻ ആർമി. ജയ് ഹിന്ദ്.